everyone. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റിന്റെ പരീക്ഷ ഏപ്രിൽ 25-നാണ്. ഇനി പരീക്ഷയിലേക്ക് നമുക്ക് 50 ദിവസങ്ങളാണുള്ളത്. ഒരുപാട് കൊമേഴ്സ് ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് നമുക്ക് നമ്മുടെ മെയിൻ ചാനലിലായാലും ഇതിലായാലും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭ്യമാകുമോ, അതുപോലെ തന്നെ നോട്ടുകൾ ഉണ്ടാകുമോ, അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് ആയി ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇനി നമ്മുടെ പരീക്ഷയിലേക്കുള്ള ഈ 50 ദിവസങ്ങൾ കേരള PSC ജൂനിയർ അക്കൗണ്ടന്റിനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഏരിയകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ലഭ്യമായിരിക്കും. അതിൻ്റെ എല്ലാ നോട്ടുകളും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആ കാര്യങ്ങളും ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് രീതിയിലാണ് ലഭിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം തന്നെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ വിഷയത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ 363 2025, 364 2025. ഓക്കെ, അഡ്മിഷൻ ടിക്കറ്റ് വരുന്നത് 10/4-നാണ്. 10-ാം തീയതി നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കും. ഓക്കെ, അതെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. 10-ാം തീയതി അഡ്മിറ്റ് കാർഡ് ലഭിക്കും. 1 മണിക്കൂറാണ് പരീക്ഷാ സമയം. അപേക്ഷകരുടെ എണ്ണമാണ് 363 2025 കാറ്റഗറി നമ്പർ 71,692 പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഈ ഒരു 50 ദിവസം കൃത്യമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, കൃത്യമായിട്ടുള്ള നോട്ടുകൾ, ക്ലാസ്സുകൾ കാണുക. അത്തരത്തിൽ കൃത്യമായിട്ട് നിങ്ങളുടേതായ രീതിയിലുള്ളൊരു എഫേർട്ട് നിങ്ങൾ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് കയറാൻ സാധിക്കും. കൊമേഴ്സ് കഴിഞ്ഞ ഒത്തിരി സ്റ്റുഡൻസ് നമ്മളെടുത്ത് തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കോഴ്സിനൊന്നും ജോയിൻ ചെയ്യാത്ത ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. രണ്ടാമത്തെ 364-ലേക്ക് വന്നു കഴിഞ്ഞാൽ 69,436 അപേക്ഷകരാണ്. 1.5 മണിക്കൂറാണ് പരീക്ഷ വരുന്നത്. ഇംഗ്ലീഷാണ് മീഡിയം. അതൊക്കെ നമുക്കറിയാം, 100 മാർക്കിനുള്ളതാണ്. ആ കാര്യമൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഓർത്ത് വെക്കുക. ഏപ്രിൽ 10-ാം തീയതി നമ്മുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്താണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി, എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഒരു സ്ട്രാറ്റജി തയ്യാറാക്കണം. 10 യൂണിറ്റുകളാണുള്ളത്. അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ്, മാനേജറിയൽ എക്കണോമിക്സ്, അതുപോലെ തന്നെ കമ്പനി ലോ, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഓഡിറ്റിംഗ്. ഇതിൽ നമ്മളിപ്പോൾ ഒരു നെറ്റിനോ സെറ്റിനോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഭൂരിഭാഗം കാര്യങ്ങളും ആ ഒരു സിലബസിൽ നിന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കമ്പനി ലോ ഒക്കെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതായിട്ട് വരും. അത്തരം കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഭൂരിഭാഗം കാര്യങ്ങളും നമ്മളിപ്പം ഡിഗ്രിയും PGയും കഴിഞ്ഞ് നിൽക്കുന്നവരൊക്കെ പഠിച്ചതായിരിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 100% സിലബസ് കവർ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മളുടെ മെയിൻ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു പ്രശ്നം ഇതിനുണ്ടാവില്ല. കൊമേഴ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, ഔട്ട് ഓഫ് സിലബസ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു ചോദ്യം പോലും നമുക്ക് ഈ സിലബസ് നല്ലാതെ ഉണ്ടാവില്ല. ആ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. സോ അതുകൊണ്ട് തന്നെ സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് 10 യൂണിറ്റുകളാണുള്ളത്. നമ്മുടെ മുമ്പിൽ ഇനി 50 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നോട്ട്സ് കൃത്യമായിട്ട് തയ്യാറാക്കുക. ഷോർട്ട് നോട്ടുകൾ, നമ്മളൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, നമുക്ക് ജോലിയിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അങ്ങനെ തയ്യാറെടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള നോട്ടുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലെ കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങൾ എവിടെയൊക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കുക. ഈ 10 യൂണിറ്റും കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ 10 യൂണിറ്റിന്റെ ക്ലാസ്സുകളും നോട്ടുകളും കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചറോടുകൂടി നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മുടെ മുമ്പിൽ 50 ദിവസങ്ങൾ, അതിനിടയിൽ നമ്മൾ ഈ കാര്യങ്ങൾ 10 യൂണിറ്റുകൾ കവർ ചെയ്യണം, കൃത്യമായിട്ടുള്ള നോട്ടുകൾ തയ്യാറാക്കണം, ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എങ്ങനെ ക്രാക്ക് ചെയ്യാം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ലഭിക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതിനനുസൃതമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കറിയാം. ഇപ്പോൾ കേരളത്തിൽ കൊമേഴ്സ് വിഷയത്തിൻ്റെ ഏറ്റവും നല്ല ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെയാണ് ലഭിക്കുന്നത്. അതായത് UGC നെറ്റും JRF ഒക്കെ നേടി PhD ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ആണ് നമുക്കുള്ളത്. സോ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ
അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം, നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠനം തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാക്സിമം കളക്ട് ചെയ്യുക. ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ നമ്മളും അത് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക. അതിനനുസൃതമായിട്ട് ക്ലാസ്സുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്നുള്ള ക്ലാസ്സുകൾ കൂടെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കും. കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. പ്രാക്ടീസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ഫ്രീ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മുമ്പിൽ 50 ദിവസങ്ങളാണ്, 10 മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സക്സസ്സിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട ഏരിയ നമ്മൾ കണ്ടെത്തി പഠിക്കണം. 50 ദിവസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷ ഏപ്രിൽ 25-ാം തീയതിയാണ്. ഓക്കെ, ഇനി നമുക്ക് പഠനത്തിനായിട്ട് 50 ദിവസങ്ങൾ. അപ്പോൾ കൃത്യമായിട്ടുള്ള പഠനം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സുകളും ഒക്കെ തന്നെ നമ്മളിനി ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം. ഏതെങ്കിലും രീതിയിലുള്ള നോട്ടുകളോ ചോദ്യങ്ങളോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക. അതുകൂടെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം തന്നെ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.